ആ ലൈൻ ഷർട്ടിന്റെ കള്ള ഹെമാറിനെ തരിക്കാൻ നമ്മൾ നടക്കണേ. എന്നാ കൂടി ഈ വയ്ക്കോ. ഇതെങ്ങനെ ഇവിടെ എത്തി? ഒരുപാട് പൈസ ഓട്ടോറിക്ഷ കൊടുത്തിയാൽ ഇനി ഓടുന്നല്ലേ. ഇനി നിന്നിട്ടില്ലെങ്കിൽ എന്നെ കാർ എടുത്ത് വന്ന് പിടിക്കും. അന്നത്തെ നമ്മൾ നടക്കുമ്പോ നീ നമ്മളെ വെട്ടിച്ചോടല്ലേ? അയ്യോ, ഓടി വിളിച്ചതല്ല, പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നാട്ടുകാരറിയണ്ടെന്ന് കരുതി ഒന്ന് മാറി നിന്നതല്ലേ. അതെ, ഒന്നുകിൽ എന്റെ മരം കിട്ടണം, അല്ലെ എനിക്ക് പൈസ കിട്ടണം. മഠത്തിലുള്ളവർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മരം വെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടാ വന്നോ? ഇല്ലല്ലോ. ഇനിയിപ്പൊ എങ്ങനെ മുറിക്കാനാ? അണ്ണന്മാരറിഞ്ഞ എന്നെ വട്ടവാളിന് മുറിക്കും. എന്നാൽ എന്റെ വാങ്ങിയ പൈസ തിരിച്ചുകൊണ്ടടാ. ഉറുപ്പ് ഒന്നും രണ്ടും അല്ല, 10,000 എണ്ണി വാങ്ങിയേ. ഇനി ഈ ബാലുശ്ശേരി ബഷീറിനെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ബാലുശ്ശേരിക്ക കുറച്ച് ദിവസം കൂടി അവധി തരണം. പൈസ ഞാൻ എങ്ങനെയെങ്കിലും തിരിയത്താ. ഇനിയോ? ഇനി എന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇനി എന്റെ മരത്ത് കയറി കുത്തിരുന്നാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. അയ്യോ, ചതിക്കല്ലേ. അങ്ങോട്ട് വന്ന വേറെ പ്രശ്നമുണ്ട്. എന്നെ രക്ഷിക്കണം. വാങ്ങിയ പൈസ കൊണ്ടുകൊണ്ട, അല്ലെങ്കിൽ മരത്ത് കയറി ഞാൻ കുത്തിരിക്കും. എല്ലാരും മരത്തിലോട്ട് വരട്ടെ. വരുമ്പോ ഒരു റീത്ത് കൂടെ കൊണ്ടുവരണം. എന്തിനാ എന്റെ ഉമ്മാന്റെ നെഞ്ഞത്ത് വെക്കാനാ? എന്റെ തന്റെ ഉമ്മാന്റെ നെഞ്ചത്ത് വെക്കാനല്ല, ഇവന്റെ അമ്മയുടെ നെഞ്ചത്ത് വെക്കാനാ. ഇവന്റെ അമ്മ ഇപ്പൊ ചത്തുപോയിട്ടാണ്. അപ്പൊ ഞാൻ വന്നത് നന്നായി. ഇവന്റെ ഉമ്മാന്റെ മയ്യത്ത് കാണാനുള്ള ഭാഗ്യമെങ്കിലും നമുക്ക് ഉണ്ടായല്ലോ. ഞാനും വരാം. അയ്യോ ബഷീർക്ക, ഈ മാനസികാവസ്ഥയെ അവനെ വിഷമിപ്പിക്കരുത്. അന്യാധികാര മഠത്തിൽ കേട്ടില്ല. ചത്ത് എടുക്കുമ്പോഴാണ് ജാതി മധു. ചത്തവർക്ക് കുഴപ്പമില്ല, ജീവിച്ചിരിക്കുന്നത് കേട്ടാ വിടുവോ? ശരി ശരി, നീ മഠത്തിലേക്ക് പോയിക്കോ, വിഷമിക്കണ്ട. എന്റെ ഉമ്മന്റെ അടിയന്തരത്തിലുള്ള കാര്യങ്ങൾ എന്താ നോക്ക്. ഞമ്മളെ പൈസ 1, 2, 3 ആഴ്ച അയച്ചിട്ട് തന്നാ മതി. പണല്ല മോനെ വലുത്, സ്നേഹാണ് വലുത്. നിനക്ക് എന്റെ അടുത്ത് അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ള പൈസ ഉണ്ടോ മോനെ? ഇല്ല, നമ്മളെ അടുത്തും ഇല്ല. എന്തോന്ന് ചോദിച്ചത്? പോയി വയ്യത്തടക്കണ പന്നി. മണിയാ, ഓ രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞാണ്ട കളി രക്ഷപ്പെടുന്നത്. ഞാൻ പേടിച്ചു പോയി. ചില സാഹചര്യത്തിലേ അമ്മയും അമ്മായിയൊക്കെ മരിച്ചുപോയെന്ന് പറയേണ്ടി വരും. ഇവിടെ ചിതാഭസ്മം പ്രദർശിപ്പിച്ച് ഓരോരുത്തർ അധികാരത്തിൽ കയറുന്നു. പിന്നെ ഇത് നീ മഠത്തിലോട്ടിയല്ലേ? ഞാനിങ്ങോട്ട് വരുമ്പോ മഠത്തിലേക്കുള്ള വഴിതിരക്ക് ഒരുത്തം പോകുന്നത് കണ്ടു. കല്യാണകൃഷ്ണന് കല്യാണാലോചന വന്ന ആളാകാനാണ് വഴി. അയ്യോ, അയാളെ കാണാനാ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തുന്നത്. പിന്നെ അങ്ങോട്ട് ചെല്ലേ. വരാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ. ഞാൻ അവിടെ കാണുന്നു. ശംഭു മഹാദേവൻ സ്വാമി ഇല്ലേ? ഇല്ല, കോയിലേക്ക് പോയിരിക്കാം. ശീഘ്രം വരും. ഞാനൊരു കാര്യം സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നമസ്കാരം. വാങ്ങോ വാങ്ങോ, അകത്തിരുന്ന് സംസാരിക്കാം. കാര്യങ്ങളൊക്കെ വ്യക്തമായി സംസാരിച്ച് ഇന്ന് തീരുമാനിക്കാമെന്ന് സ്വാമി പറഞ്ഞിരുന്നു. തീരുമാനിക്കാൻ ഒന്നുമില്ല, കാര്യം നടക്കാതെ. വലിയ സ്വാമിയോട് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാണല്ലോ. വല്യണ്ണൻ അപ്പടിയെല്ലാം ചൊല്ലും. അതിന് കല്യാണം കിട്ടാൻ സമ്മതിക്കണ്ടേ? എന്റെ കല്യാണം നടക്കാതെ തമ്പി സമ്മതിക്ക മാട്ടെ. നിങ്ങൾ എന്നായി പറയുന്നേ? ഞങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാ. എത്ര തവണ ഉറപ്പിച്ച് കഴിഞ്ഞതാ, അവൻ സമ്മതിക്കാതെ. എന്ത കല്യാണം നടക്കവേ മാട്ടെ. കല്യാണം? ആമാ. നിങ്ങൾ പാലക്കാട്ടുനിന്ന് കൃഷ്ണയ്യർ സ്വാമി പറഞ്ഞിട്ട് വന്ന ആളല്ലേ? ഏയ്, ഞാൻ നിങ്ങളുടെ ചുണങ്ങം വേലയിൽ വിൽക്കാനിട്ടിരിക്കുന്ന വസ്തുവിന്റെ കാര്യം പറയാൻ വന്നതാ. അപ്പച്ചൻ ദുബായിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് ഇടപാട് നടത്തണം. അപ്പച്ചനോ? അപ്പച്ചന്റെ പേരെന്താ? ജോർജ് ജോസഫ്. ഞാൻ ബാബു ജോർജ്. അപ്പോ നെറ്റിയിലെ ഈ ചന്ദനക്കുറി? ഇതോ? അത് ഡോക്ടർ മേനോന്റെ മകളുടെ മാരേജിന് പോയിട്ട് വരുന്ന വഴിയാ. പഴനി ആണ്ടവാ, ചതിച്ചോ? നെറ്റിയിൽ ഈ ചന്ദനക്കുറി കണ്ടപ്പോ കല്യാണകൃഷ്ണന് കല്യാണം ആലോചിച്ച് വന്ന ആളാണെന്ന് കരുതി. പടത്തിന് മുകളിലൂടെ പറക്കുന്ന കാക്കക്ക് പോലും പൂണൂലുണ്ടോന്ന് നോക്കുന്ന ആൾക്കാരാ ഇവിടെ ഉള്ളവര്. അന്യജാതിക്കാരെ ഈ മഠത്തിന് മുറ്റത്ത് പോലും കേറ്റാറില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് താഴ്ന്ന് പുറത്തേക്ക് ഇറങ്ങി കൊലപാതകം നടക്കും താളന്ന് ഇറങ്ങിയ. മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെ മഠത്തിനുള്ളിൽ ഏറ്റാ கடவுளே, இங்க என்னென்னமோ நடக்க போகுது. கொண்டு போட்டுடுவேன். ത്രിമൂർത്തികൾ വാഴുന്ന മച്ചിന് കീഴെ മത്സ്യമാംസാദികൾ ചാപ്പിടുന്നവരെ പിടിച്ചിരുത്തിയോടാ. ശരിയാ, മകടെ കെട്ടുപോകുന്നതിക്ക് ഇനി എന്നെ വേണം മേടം. അറിവ് കിട്ടവൻ. മഠത്തിൽ ഒരാൾ വന്നിരിക്കുന്നു മണിയൻ சொன்னപ്പോ പെൺവീട്ടുകാരായിരിക്കും ഞാൻ കരുതി. சொன்ன உடனே உள்ள കയറ്റിയിരുത്തി സൽക്കരിക്കണമാ. വെട്ടി വാഴയ്ക്ക് വളവിടണം. അവനോട് പേശിട്ട് പ്രയോജനമില്ല. ശീഘ്രം പുണ്യാഹം തളിച്ച് വീട് ശുദ്ധി വരുത്താൻ നോക്കും. പുണ്യാഹം തളിച്ച് ഒരു പ്രയോജനമില്ലേ. കളഭ ശുദ്ധി വരുത്തണം. അതും 41 നാൾ പൂജ പണ്ണ കളഭത്താളതാ വേണം. ശിവ ശിവ. പാലക്കാട്ട് നിന്ന് വന്നേരെ എന്നാ ചൊല്ലിട്ട് പോയി?
അവർക്ക് തിരുമണത്തിന് സമ്മതമാ. നമ്മ മടം ഇടുവൊക്കെ വളരെ ഇഷ്ടായി. നടന്നു കിട്ടിയാൽ നല്ലതാക്കൂ. അതിന് കല്യാണകൃഷ്ണൻ സമ്മതിക്കണ്ടേ? അപ്പൊ അന്ത കല്യാണം ഫിക്സ് ആച്ചാ? അണ്ണനായ ഞാൻ നിൽക്കുമ്പോ തമ്പിയായ അവന്റെ കല്യാണം നടത്താമോ? നിനക്ക് ആര് പെണ്ണ് തരാനാ? പഠിപ്പില്ല, കുളിയില്ല, ജപമില്ല, കാണിക്കുന്നതോ മുഴുവൻ മണ്ടത്തരങ്ങൾ. நானே பிரம்மச்சாரியா இருந்து கோயில் காரியங்களை எல்லாம் பாத்துக்கிறான். இவன் காலத்துக்கு அப்புறம் யார் இருக்கா? நீ பிரம்மச்சாரியா இருந்து கோயில் காரியங்களை எல்லாம் பாத்துக்கோ. ஆமா, அதுதான் சரி. കഥകണ്ണി ചൊന്നത് കേട്ടാ പോതും. നീ തൃശ്ശൂർ പോയി കല്യാണകൃഷ്ണനെ പാർത്ത് അർജന്റ് മടത്തേക്ക് വരെ ചൊല്ലേ. വേണമെങ്കിൽ മണിയെ കൂട്ടിക്കോ. അഴകാണ് ഒരു പെണ്ണിനെ കല്യാണം ചെയ്ത് സുഖമായി ജീവിക്കുന്ന ആശെല്ലാം പോച്ച്. എന്താ കഴിഞ്ഞു എല്ലാം തകിടം മറിയാൻ ഇനി അധിക സമയം വേണ്ട. എന്റെ ബ്രദർ അനന്തരാമൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ബ്രദർ വരുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? സരള വളരെ സരളമായി സംസാരിക്കുന്നു. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ. ഇതിനെന്തിനാ ടെൻഷൻ? എനിക്ക് കല്യാണമേ ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ തവണ മഠത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. എന്താണ് ഗോലേഷ, വീട്ടുകാരെന്റെ കല്യാണം നിശ്ചയിച്ചു. ബാങ്കിലേക്ക് ഇപ്പൊ വലിയണ്ണം വിളിച്ചു പറഞ്ഞു. വിവരങ്ങളൊക്കെ പറയാൻ ഇളയണ്ണൻ അനന്തരാമനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യൂടാ? ആണുങ്ങളായ നട്ടല് വേണം. നിങ്ങൾ പ്രേമിച്ച് കിടന്നപ്പം ഹംസത്തിന്റെ പണി ചെയ്തവൻ ഞാൻ. നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തപ്പം ഒന്നാം സാക്ഷിയായി ഒപ്പിട്ടത് ഞാൻ. ബാക്കിയുള്ളവരുടെ വിഷമം നിങ്ങൾക്ക് അറിയണ്ടല്ലോ. കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാലോ? നന്നായിരിക്കും. അന്യജാതിക്കാരെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പോലും കേട്ടാത്തവരെ അവിടെ ഉള്ളവര്. ആ നിലയ്ക്ക് ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിയെന്നറിഞ്ഞാൽ എന്റെ തല കാണില്ല. ബ്രദർ ആളെങ്ങനെയാ? കഞ്ഞിയാ, പരമ കഞ്ഞി. എന്നെ എങ്ങനെയൊക്കെ പാര വെക്കാവുന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക അവൻ. തമ്പി ഇവിടെ ആരുമില്ലേ? എന്റെ ഭഗവാനെ, അവനിങ്ങെത്തി. ഈ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ പ്ലാനിങ് ഒന്നും സമയമില്ല. ഗോപാലകൃഷ്ണ, സരളെ, എന്നെ സഹായിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഒന്ന് മാറിക്കേ. നിർത്ത് നിർത്ത് നിർത്ത്. ബെല്ലടിച്ച് നാട്ടുകാരെ കൂട്ടണ്ട. ഞാനിവിടെ ഉണ്ട്. അതിന് നീ എന്തിനാ ബാങ്കിൽ ഓടിപ്പോന്നത്? ഞാൻ വരുന്ന വിവരം വല്യണ്ണ ഫോൺ ചെയ്ത് ചൊല്ലില്ല. ചൊല്ലി ചൊല്ലി എല്ലാം ചൊല്ലി ചൊല്ലി എന്റെ ടെൻഷനില്ല ഞാൻ ഇങ്ങോട്ട് ഓടി അയ്യോ, പോകുന്നു. സ്വാമി ഇത്ര ചെറുപ്പത്തിലെ പെൻഷനായോ? പെൻഷൻ അല്ലല്ലോ, ടെൻഷൻ. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് തിരുമണം വേണ്ടാന്ന് എത്ര തവണ പറഞ്ഞതാ. കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ജനിക്കില്ല. എന്തിനൊരു പെണ്ണിന്റെ കണ്ണീരൂടി കാണണം. പെൻഷൻ ആയതിനു ശേഷം നിത്യബ്രഹ്മചാരിയായി കാശിയിൽ പോയി തപസ്സിരിക്കണമെന്നാണ് എന്നോട് ആശ. എനിക്ക് മാരേജേ വേണ്ട. ഗുഡ്, വെരി ഗുഡ്. തമ്പി, അണ്ണൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോ തമ്പിയുടെ മാരേജ് നടക്കக்கூടാതെ, അത് പറയാനാ ഞാൻ വന്നത്. കല്യാണകൃഷ്ണ സ്വാമിയെ ഉപദേശിച്ച് എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് കാല് മാറുന്നു. അണ്ണൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോ അനിയന്റെ കെട്ട് കിടന്നാൽ അണ്ണനായ എനിക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടെന്ന് നാട്ടുകാർ കരുതും. അത് സത്യം. അതിനാലെ എന്റെ കല്യാണം നടക്കാതിരിക്കാൻ അണ്ണൻ എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യണം. നീ കഥക് തുറക്ക്, വീടൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണോ? അതെന്താ? അല്ല, നമുക്ക് പുറത്തു പോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരാം. വീടൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പുറത്തുപോയി ആഹാരം കഴിക്കാം. ഒന്ന് തുറന്നു കൊടു സ്വാമി, ഞാനും ഒന്ന് കാണട്ടെ. നിന്നെ കേട്ടില്ല. അതിന് സ്വാമിയാര് വേണമല്ലോ. ഞാൻ സ്വാമിയാർ മഠത്തിൽ ജനിച്ചതല്ലേ. മഠത്തിന്റെ ആചാരങ്ങളൊക്കെ ഞാൻ തെറ്റിക്കില്ല. അന്യജാതിക്കാരനെ വീട്ടിനകത്തോട്ട് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. അത് കറക്റ്റ്. മണിയാ, നീ അവിടെ നില്ലേ. തുറക്ക് തുറക്ക്. എന്നടാ പൈത്യം മാതിരി? ഏയ്, ഇത് ഇവിടുത്തെ ഒരു സ്റ്റൈലാ. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ മുറിയാ. ഞങ്ങൾ വാടക ഷെയർ ചെയ്താണ് ഇവിടെ കഴിയുന്നത്. അപ്പടിയാ? ആ. എങ്കിൽ ഉള്ള കേറ വേണ്ട. കിച്ചണെങ്കി നല്ല പശി. കണ്ടവാ. ദോശ, നീ പെരിയ ചമയൽക്കാരനായി പോയല്ലോ. ആ ദോശ പ്രഭാതം. ചട്നി ഇരിക്കാ? ഇറുക്ക്, നിറയെ ഇറുക്ക്. നല്ല സാപ്പിട്. ഞാൻ എന്ത് വേണേലും തരാം. ബട്ട് അണ്ണാ, നീ എന്നെ സഹായിക്കണം. അതിനു മുമ്പ് നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ കല്യാണം കഴിച്ചാ പിന്നെ എന്റെ കല്യാണം നടക്കാതെ. നിത്യബ്രഹ്മചാരിയായി എന്നെ പൂജാരിയാക്കാൻ അണ്ണന്മാരുടെ പ്ലാൻ. കല്യാണം കഴിച്ചിട്ട് എനിക്ക് അമേരിക്ക പോണോടാ. അതിന് അമേരിക്കയിൽ ഉതുപ്പി ഹോട്ടലൊന്നും ഇല്ലല്ലോ പ്ലേറ്റ് കഴുകാനായിട്ട്. നിവേദ്യ പാത്രങ്ങൾ കഴുകാനല്ലാതെ അണ്ണന് പൂജാവിധികൾ വല്ലതും അറിയൂ? കളിയാക്കാതെ. എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഞാൻ ശങ്കരണ്ണന് കത്തെഴുതിയിട്ടുണ്ട്. അപ്പടിയാ? ശങ്കരേണന് ശനിദശ തുടങ്ങാറായെന്ന് അസ്ട്രോളജർ രാമയ്യ പറഞ്ഞത് എത്രയോ ശരി. എന്താ? ഒന്നുമില്ല. അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഞാനൊരു വരവ് വരും.
അപ്പോഴും നീ ബാങ്കിൽ വല്ലോന്റെ പണം എണ്ണി എണ്ണി ഇരിക്കും. അതേ ബാങ്കിൽ 10,000-കണക്കിന് ഡോളർ ഇടാൻ ഞാൻ വരുമ്പോ നീ ഞെട്ടരുത്. അണ്ണനെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ശങ്കരനെ ഞാനും എഴുതാം. തൽക്കാലം ഇവിടുന്ന് ശീഘ്രം പോ. അതെന്താ? എന്റെ കൂടെ താമസിക്കുന്നവൻ ആളൊരു ഭ്രാന്തനാ. താടി വെച്ച് ആരെ കണ്ടാലും അവൻ ഒലക്കെടുത്ത് തലക്കടിക്കും. പാവം അവന്റെ അച്ഛൻ ശബരിമലയ്ക്ക് മാലയിട്ട് താടി വളർത്തിയപ്പം ഒലക്കെടുത്ത് തലക്കടിച്ച് കൊന്ന്. മെന്റലായതുകൊണ്ട് കോടതി അവനെ വെറുതെ വിട്ടു. അപ്പടിയാ? ആ അണ്ണൻ വേഗം സ്ഥലം വിട്. അവൻ ദോശ തിന്നാൻ വരാൻ സമയമായി. കടവുളേ, എടാ നീ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കലും നീ കല്യാണം കഴിക്കില്ലെന്ന്. ഇനി ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല. ഇത് സത്യം സത്യം സത്യം. ആരാ? കല്യാണകൃഷ്ണസ്വാമിയെ കാണാൻ വന്നതാ. ബാങ്കിൽ വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നാണല്ലോ പറഞ്ഞത്. ആ വാതില് തുറന്നെടുക്കല്ലേ, പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ടാവും. അകത്തുണ്ടോ നോക്കട്ടെ. അല്ല, കുട്ടിയേതാ? ഞാൻ മിസ്സസ് കല്യാണകൃഷ്ണൻ. മിസ്സിസ് കല്യാണകൃഷ്ണനോ? കല്യാണം കഴിക്കാത്ത കല്യാണകൃഷ്ണൻ മിസ്സിസോ? നീ ആശുപത്രി ഓടി പോന്നോ? ആശുപത്രിന്നോ? ആ ആശുപത്രിന്ന് നീ ഇത് മരുന്ന് കഴിച്ചില്ലേ? മരുന്നോ? ഗോപാലകൃഷ്ണന് എന്താ പറ്റിയേ? ബാബാ നമുക്ക് മുകളിലേക്ക് പോവാം. ദേ വാതില് തുറന്നെടുക്കുന്ന കണ്ടില്ലേ? പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ചോറ് വളമ്പി കൊടുക്കട്ടെ. ദേ ഈ ഗോപാലകൃഷ്ണന്റെ തലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നോടെ മരുന്ന് കഴിച്ചോന്ന്. അതെ, നീ എന്താ മരുന്ന് കഴിക്കാഞ്ഞത്? ഭ്രാന്താശുപത്രി ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയെന്ന് പത്രത്തിൽ വായിച്ചപ്പോഴേ ഞാൻ കരുതിയതാ കുറെ എണ്ണം അവിടുന്ന് ചാടി പോകുന്നു. ഗോപാലകൃഷ്ണ, പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോകും. മരുന്ന് കൊടു. ആരാ അത്? മോളിലത്തെ ഗോപാലകൃഷ്ണന്റെ അനിയത്തിയാ, തലയ്ക്ക് ലൂസാ. എന്നിട്ട് അവൾ കല്യാണസ്വാമിയുടെ മിസ്സസ് ആണെന്ന് പറഞ്ഞു. ഓ, ഇന്ന് എന്റെ പേരാണോ പറഞ്ഞത്? ആ. ഓരോ ദിവസം ഓരോരുത്തരുടെ പേര് പറയും. അവൾ അങ്ങനെയാ. ഒരു പ്രേമം തകർന്ന ഷോക്കിൽ നിന്നുണ്ടായ വട്ട. ആരെ കണ്ടാലും ഭർത്താവാണെന്ന് പറയും. കഷ്ടം. അത് കൊള്ളാലോ. എന്നിട്ട് അവൾ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. പറയും. അയ്യോ, മണിയാ. ഓ, മണിയാ. പട്ടായോ? അയ്യോ അയ്യോ, അനിയനും ചേട്ടന് പട്ടായോ? പട്ട് പകർച്ചവ്യാധിയാണോ? എനിക്കും പകരുമോ? അയ്യോ പറ, അണ്ണാ, ഇവളാരാന്ന്? മുരുക, ഇതിലെന്തോ കളിയുണ്ട്. ഞാൻ പറയാം, എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പൊ തന്നെ ഞാൻ മടത്തിപ്പോ എല്ലാരോടും പറയും. അയ്യോ, അനന്തണ്ണാ, അണ്ണാ, ഞാൻ പറയാം. ഒരു ബ്രഹ്മചാരിയല്ലേ? അണ്ണാ, പോകരുത്. അണ്ണാ, കൈ പിടിച്ചോ. അനന്തണ്ണാ, നിക്ക്. ഞാൻ പറയുന്നത് കേക്ക്. നീ പറയുന്നത് കേൾക്കാൻ നിൽക്കണ പ്രശ്നമില്ല. നീ എന്നെ ചതിച്ചേരി ഫോട്ടോ വെച്ചൊരു കളിയാ കളിക്കും. ഒരാള് പിടി, ഒരാള് കളി. മണ്ണെന്ന് നടങ്ങ്. ഞാൻ എല്ലാം പറയാം. പ്ലീസ് അണ്ണാ, ചതിക്കരുത്. വിട്. കല്യാണം കഴിക്കാതെ ബ്രഹ്മചാരിയാണോ എന്ന് പറഞ്ഞു നടന്ന കള്ള ഞാൻ ഇത് പഠിപ്പിച്ചെന്ന് പറയും. അനന്തണ്ണാ, കാള പറ്റൂന്ന് കേട്ടപ്പോ കയറെടുക്കാതെ അനന്തസ്വാമി. കല്യാണസ്വാമി കാര്യം പറയട്ടെ. എനിക്ക് ഇത്രയും മതി. ഇവൻ പെണ്ണ് കെട്ടി എന്നെ ചതിച്ചു. ഇവൻ കെട്ടിയ പിന്നെ എന്റെ കല്യാണം നടക്കില്ല. നിത്യ ബ്രഹ്മചാരിയായ ഞാൻ പിന്നെ പൂജാരി ആകേണ്ടി വരും. ഇത് ഞാൻ കലക്കും. അനന്തണ്ണാ, മണിയാ, ഞാനിനി എന്ത് ചെയ്യൂടാ? സത്യം പറ, സ്വാമി കല്യാണം കഴിച്ചോ? അങ്ങനെ പറ്റിപ്പോയി. പെണ്ണെവിടത്തിയാ? ഇവിടെ അടുത്തുള്ള ബ്രാഹ്മണ സമൂഹം വക അനാഥാലയത്തിലെ ഒരു അനാഥ കുട്ടിയാ. അയ്യോ, അനാഥയോ? സ്വാമിയുടെ സമയം വളരെ മോശം. മഠത്തിൽ ആരും ഇത് അറിയണ്ട. മണിയാ, നീ എന്നെ രക്ഷിക്കണം. നടുക്കടലിൽ ചെന്ന് നിന്നിട്ട് രക്ഷിക്ക് മണിയാന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഞാനും മുങ്ങി ചാവില്ലേ? നിനക്കല്ലാതെ ഈ സാഹചര്യത്തിൽ വേറെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ ഞാനും ഭാഗ്യലക്ഷ്മിയുമായുള്ള സ്നേഹബന്ധം പൂവണിയാൻ സ്വാമി വളവിടണം. പുര കത്തുമ്പം വാഴ വെട്ടരുത് മണിയാ. വളമല്ല, ഒരു ലോറി ചാണകം ഞാൻ ഇറക്കി തരാം. പോരെ, നീ എന്നെ ഒന്ന് സഹായിക്കണം.